ഒരിക്കൽ കൂടെ കരമുടിയെത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ദയവായിട്ടിരുന്നാട്ട് ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 4. എബ്രായലേഖനം 11-ന്റെ 4-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തിന് പ്രസാദമായിരുന്ന കയ്യിൻ്റെതിൽ ഉത്തമമായി യാഗം കഴിക്കുവാനിടയായിത്തീർന്നു. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? ഹാനോക്കിൽ വന്നപ്പോൾ ആരാധനയുമായുള്ള ബന്ധത്തിൽ എന്തെല്ലാം സംഭവിച്ചു? ആരാധനയിൽ വിശ്വാസം ഉള്ളപ്പോൾ ആരാധനയിൽ വിശ്വാസത്തോടുകൂടെ കടന്നു വരുമ്പോൾ ലഭിക്കുന്ന ഡിഫറൻറ്റ് പദവികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവർ യാഗം കൊണ്ടുവന്നു. യാഗത്തിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഹാബേലിൻ്റെ യാഗത്തിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് ഹാബേലിൻ്റെ യാഗത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു. അതാണ് അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ട് ഇന്ന് രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത വിഷയത്തിൽ ഞാൻ കിടക്കുകയാണ്. എബ്രായലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 5. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ 5-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി എൻ്റെ ഓരോ വചനത്തിൽ നിങ്ങളായിരിക്കണം. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചത് ഇപ്രകാരമായിരുന്നു. ഹാബേല് ദൈവത്തിന് കയ്യിൻ്റെതിലും പ്രസാദമായിരിക്കുന്ന ഉത്തമമായി യാഗം കഴിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. എന്നാൽ അതിൻ്റെ അനന്തര ഫലം നമ്മൾ കണ്ടു. വിശ്വാസത്തിൻ്റെ ആരാധന വെളിപ്പെട്ടപ്പോൾ ഹാബേലിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് മരണമായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനത് ഒന്ന് വിശദമാക്കി. ദൈവത്തെ വിശ്വാസത്തോടുകൂടെ ആരാധിക്കുവാൻ കടന്നുപോയി. വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചു. ആ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചുവെങ്കിലും ആരാധനയുടെ അനന്തര ഫലം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയായിരുന്നു. തൻ്റെ ഈ ലോകത്തിലെ ജീവിതം അതോടുകൂടെ അവസാനിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫലം ഉണ്ടാകുവാൻ കാരണം വിശ്വാസത്തോടുകൂടിയുള്ള ഒരാരാധനയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തോടുകൂടി ഒരു ആരാധന കഴിഞ്ഞ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഹാബേലിൻ്റെ മരണം എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന ഒരു അവസാനമായിരുന്നില്ല. ഒന്നിൻ്റെയും ഒരു എൻഡായിരുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് വളരെ വാല്യബിൾ. ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു. ഹാബേൽ മരിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിലും ആ മരണം കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല. ഇന്നും ഹാബേൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ആരാധന ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ തുടർന്ന് ദൈവം അവരിൽ കൂടെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകമെമ്പാടും സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് രാത്രി എൻ്റേർലി വേറൊന്നിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. വിശ്വാസത്തോടെയുള്ള ഹാനോക്കിൻ്റെ പ്രവർത്തനം. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. വിശ്വാസത്തോടുള്ള ആരാധന കഴിച്ചു. ഹാബേൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ വിശ്വാസത്തോടുകൂടെ ഹാനോക്ക് ദൈവത്തിന് പ്രസാദമായി ചെയ്തപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടു. മരണം കാണാതെ എടുക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പക്ഷപാതമുള്ള ദൈവമോ? ദൈവം ഹാബേലിനെ കൊല്ലുവാനായിട്ട് അനുവദിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഹാനോക്കിനെ ദൈവം എടുത്തുകൊള്ളുവാനായിട്ടിടയായിത്തീർന്നു? രണ്ടുപേരും ആരാധിച്ചു വിശ്വാസത്തോടുകൂടെയാണ്. രണ്ടുപേരുടെയും അനന്തരമായിരിക്കുന്ന ഫലങ്ങൾ രണ്ട് വ്യത്യസ്തമായ ഫലങ്ങളാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതത്തെ ഒരു മനുഷ്യനും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. ഒരു കാര്യം അതിനകത്ത് ഉണ്ട്, അത് മറ്റൊന്നുമല്ല, ദൈവം എന്ത് ചെയ്താലും അതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തുടർന്ന് അവരുടെ പേരുകൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. ഇന്ന് രാത്രിയിൽ ഹാനോക്കിൻ്റെ ചില പ്രത്യേകമായ സ്വഭാവങ്ങളെ പഠിച്ചുകൊണ്ട് ഞാൻ തുടർന്ന് ഈ വിഷയത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ വേദപുസ്തകത്തിൽ വളരെ ചുരുക്കിയ ചില വാചകങ്ങൾ മാത്രമേ ഹാനോക്കിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നുള്ളൂ. വളരെ ചുരുക്കം ചില വാചകങ്ങൾ. പ്രധാനമായിട്ട് ഹാനോക്കിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വളരെ ഒരല്പമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചൂണ്ടിക്കാണിച്ചത് 3 ഭാഗങ്ങളാണ്. ഒന്ന്, നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെ. ഉൽപ്പത്തി 5-ാം അധ്യായം വേഴ്സ് 21 to 24. 2, നമ്മളിപ്പോൾ വായിച്ചു കാണിക്കുന്ന എബ്രായ ലേഖനം 11:5. 3, ജൂഡ് യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം, 14-15 വാക്യം. ഈ 3 ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ട് ഹാനോക്കിനെ കുറിച്ച് ഒരല്പം വിശദീകരണം നമ്മൾ കാണുവാൻ സാധിക്കും, അല്പമെങ്കിലും വെളിപ്പെടുത്തി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ 3 ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഹാനോക്കിൻ്റെതായിരിക്കുന്ന അവസ്ഥകൾ എന്തായിരുന്നുവെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ആരായിരുന്നു ഈ ഹാനോക്ക്. ഹാനോക്കിൻ്റെ പ്രത്യേകത വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ട്. ജനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 21 to 24. 21 മുതൽ 24 വരെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നു. ഹാനോക്കിൻ്റെ ആയുഷ്കാലമാകെ 365 സംവത്സരം. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ തിരുവചനം ഹാനോക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൽ വളരെ പ്രാധാന്യമായിട്ട് കാണുന്നതായിരിക്കുന്ന ആ വാക്യ ചുരുക്കം ചില വാക്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എന്താ ആവർത്തിച്ചത്? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അപ്പോൾ ഹാനോക്കിൻ്റെ ഒരു വലിയ ക്വാളിറ്റി നമ്മളിവിടെ കാണുകയാണ്. ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്. ഒന്ന് നോട്ട് ചെയ്താട്ട്. ദ ഫസ്റ്റ് തിങ്, ഹാനോക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ്. എന്താണ് ഹാനോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കോൺസിക്രേറ്റഡ്. കോൺസിക്രേറ്റഡ് അഥവാ ഗാഡ്സ് ഫോളോവർ, ദൈവത്തിൻ്റെ അനുയായി. ഹാനോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അനുയായി. അപ്പോൾ ഹാനോക്ക് ദൈവത്തിൻ്റെ അനുയായി ആകുന്നുവെങ്കിൽ ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പേരുടെ പേരാണോ ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നുവെന്ന് പറയുന്നത്. അതിലൊന്ന് ഹാനോക്കും മറ്റൊന്ന് നോഹയുമായിരുന്നു. 2 പേരുടെ പേരുകളാണ് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ന്യായപ്രമാണ കാലത്തിന് മുൻപ് വെളിപ്പെടുത്തപ്പെട്ട 2 പേരുടെ പേര്. ഒന്ന് ഹാനോക്ക്, രണ്ടാമത് നമ്മൾ കാണുന്നത് നോഹ. ബാക്കി ആരുടെയും പേരുകൾ നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാം. ആദമിൻ്റെ ആദ്യത്തെ 2 മക്കൾ കയീനും ഹാബേലും. ഹാബേലിനെ കയീൻ കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. കയീൻ്റെ വംശപാരമ്പര്യം തുടർന്നു. എന്നാൽ അതിനുശേഷമായിട്ട് ആദമിൽ കൂടെ ദൈവം വീണ്ടും ഒരു സന്തതിയെ കൊടുത്തു. അതാണ് ശേത്ത്. ആ ശേത്തിൻ്റെ വംശപാരമ്പര്യം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഈ 2 ലൈനായിട്ടാണ് വംശപാരമ്പര്യം പോകുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ ഓരോ വേർഡ്. ഒന്ന്, കയീൻ്റെ വംശാവലി ഒരു സൈഡിൽ കൂടെ കടന്നു പോകുമ്പോൾ, രണ്ടാമത്തെ വശത്ത് ശേത്തിൻ്റെ വംശാവലി മറ്റേ സൈഡിൽ കൂടെ പോകുകയാണ്. ശേത്തിൻ്റെ വംശാവലിക്ക് ഒരു പ്രത്യേകമായ പേരുണ്ട്. ശേത്തിൻ്റെ കാലത്താണ് ദൈവത്തോടുള്ള ആരാധന തുടങ്ങിയത്. ദൈവമായിരിക്കുന്ന ബന്ധമുള്ള ഒരു ലൈനാണ് ശേത്തും ശേത്തിൻ്റെ മക്കളും. എന്നാൽ കയീനും കയീൻ്റെ മക്കളും ദൈവത്തോട് ബന്ധമില്ലാതിരുന്നവരാണ്. ദൈവത്തിൻ്റെ മുൻപാകെ കയീൻ ഏറ്റുപറയുവാൻ മനസ്സില്ലാത്തവരായിട്ട് ദൈവം ആട്ടി ഓടിച്ചപ്പോൾ അതിനനുസൃതമായിട്ട് മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് കയീൻ. അവൻ്റെ സന്തതിയും പിൽക്കാലത്തുണ്ടായി. ഈ 2 ജനറേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 2 കൂട്ടരെ, ഒന്ന് ദൈവത്തിൻ്റെ മക്കളെന്നും രണ്ടാമത്തത് മനുഷ്യൻ്റെ സന്തതിയായിട്ട് കാണുവാൻ സാധിക്കും. 2 പ്രത്യേകമായ ജനറേഷൻ. ഒന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുന്ന ജനം, മറ്റേത് ദൈവത്തോട് ബന്ധമില്ലാത്ത ജനം. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരേ സമയത്ത് ഈ ലോകത്തിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ, ഇന്നത്തെ പോലെ തന്നെ അന്നും ദുഷ്ടന്മാരും നല്ലവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരവസ്ഥകളാണ് അന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ശേത്തിൻ്റെ അനേക മക്കളെ നമ്മൾ കാണുവാൻ സാധിക്കുമെങ്കിലും ആദമിൻ്റെ 7ാമത്തെ മകനാകുന്ന ഹാനോക്കിന് മാത്രമാണ് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം വെളിപ്പെടുത്തുന്നത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നുവെന്നുള്ളത്.
എപ്പോഴാണ് ദൈവത്തോടുകൂടെ നടന്നത്? ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് അതിനുശേഷം ഈ മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് ദൈവത്തോടുകൂടെ 300 വർഷം നടന്നു എന്നുള്ളത് ആ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെൻ ഹീ ഈസ് ഡെഡ് ഇറ്റ് ഷാൽ കം. മെഥൂശലഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ എല്ലാം അവസാനിക്കും. എന്തോ സംതിങ് ലോകം എക്സ്പെക്റ്റ് ചെയ്യുന്നു, എന്തോ സംതിങ് ഒന്ന് ലോകത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഹാനോക്ക് മുൻപിൽ അത് കാണുകയാണ്. മെഥൂശലഹ് എന്ന തൻ്റെ മകന് പേര് കൊടുത്തപ്പോൾ ഹാനോക്കിന് വ്യക്തമായിരിക്കുന്ന ഒരു റെവലേഷൻ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തൊക്കെയോ സംഭവിക്കുക, എന്തൊക്കെയോ വരുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഹാനോക്ക് തൻ്റെ മകനെ മെഥൂശലഹ് എന്ന് വിളിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് കടന്നു വരികയുള്ളൂ. എന്താ കടന്നു വരുന്നത്? നമ്മൾ ഒന്നുകൂടെ നമ്മൾ പഠിക്കാമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചോട്ട് അതിൻ്റെ 35 വാക്യം വേഴ്സ് 35, 35 ഒന്ന് വായിച്ചോട്ടെ. 5 ജനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 35. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്, ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം 782 സംവത്സരം ജീവിച്ചിരുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, ആദ്യത്തെ മകനാകുന്ന മെഥൂശലഹിൻ്റെ ആദ്യത്തെ മകൻ ജനിക്കുന്നത്, ആ ജനിച്ചതിന് ശേഷം ഈ മെഥൂശലഹ് ജീവിച്ചിരുന്ന കാലമെന്ന് പറയുന്നത് 782 ഇയേഴ്സ്. ഒന്ന് നോട്ട് ചെയ്താട്ട്, 782 ഇയേഴ്സ്, 782 വർഷമാണ് ജീവിച്ചിരുന്നത്. മെഥൂശലഹ് ആദ്യത്തെ മകനെ ജനിപ്പിച്ചു, ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ചതിന് ശേഷം 782 സംവത്സരം മെഥൂശലഹ് ജീവിച്ചിരുന്നു. എന്താണ് ഈ 782 വർഷമെന്ന് പറയുന്നത്? നിങ്ങൾ ഒന്നുകൂടെ നമ്മൾ നോക്കാമെങ്കിൽ അതിൻ്റെ 28 വാക്യം ഒന്ന് വായിച്ചാട്ട്. ചാപ്റ്റർ 5 വേഴ്സ് 28. ഈ ലാമേക്കിന് ഒരു മകൻ ജനിച്ചു. എത്രാമത്തെ വയസ്സിലാണ് മകൻ ജനിച്ചത്? ലാമേക്കിൻ്റെ 182 വയസ്സ്. ശ്രദ്ധിക്കണേ ബ്രദർ വേർഡ്, ലാമേക്കിൻ്റെ 182 സംവത്സരത്തെ വർഷത്തിലാണ് ലാമേക്കിന് ഒരു മകൻ ജനിച്ചത്. ആ മകന് ലാമേക്ക് ഒരു പേര് കൊടുത്തു. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോഹ എന്ന് പേര് കൊടുത്തു. അപ്പോൾ നോഹ ജനിക്കുന്നതിന് മുൻപ് ലാമേക്ക് എത്ര വർഷം ജീവിച്ചിരുന്നു? 182 സംവത്സരം. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കിയാട്ട് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്. 7-ാം അധ്യായം 6-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 7 വേഴ്സ് 6. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലാമേക്കിന് 182 വയസ്സായപ്പോഴാണ് ആരെ ജനിപ്പിച്ചത്? നോഹയെ ജനിപ്പിച്ചത്. നോഹയെ ജനിപ്പിച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമെന്ന് പറയുന്നത് നോഹയുടെ 600-ാമത്തെ വയസ്സിൽ, 600-ാമത്തെ സംവത്സരത്തിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മെഥൂശലഹ് ജീവിച്ചിരുന്ന കാലമെന്ന് പറയുന്നത് തൻ്റെ മകനെ ജനിപ്പിച്ചിട്ട് ലാമേക്കിനെ ജനിപ്പിച്ച് 782 സംവത്സരം ജീവിച്ചിരുന്നുവെങ്കിൽ ലാമേക്കിൻ്റെ 182-ാമത്തെ വയസ്സിൽ നോഹയെ ജനിപ്പിച്ചിട്ട് 600-ാമത്തെ സംവത്സരത്തിലാണ് വെള്ളപ്പൊക്കം വന്നതെങ്കിൽ ഈ വെള്ളപ്പൊക്കം വന്ന കാലമെന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ നോക്കിയാൽ മെഥൂശലഹിനെ ജനിപ്പിച്ച വയസ്സ് വെച്ച് നോക്കിയാൽ മെഥൂശലഹിൻ്റെ 782-ാമത്തെ വയസ്സിലാണ് ഈ പ്രത്യേകമായ വെള്ളപ്പൊക്കം ഉണ്ടാകുവാനിടയായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഹാനോക്ക് തൻ്റെ മകന് ഒരു പേര് കൊടുത്തു. ഇവൻ മരിക്കുമ്പോൾ അത് കടന്നു വരും. ഏതാ കടന്നു വരുന്നത്? ഒരു വെള്ളപ്പൊക്കം കടന്നു വരും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ഒരു റൈറ്റ് റെവലേഷൻ ദൈവം ഈ ഹാനോക്കിന് കൊടുത്തിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വെറുതെ അല്ല തൻ്റെ മകന് മെഥൂശലഹ് എന്ന് പേര് കൊടുത്തത്. ഇവൻ മരിച്ചു കഴിഞ്ഞേ
അത് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ മരിക്കേണ്ട ഒരു കാലമുണ്ട്. എക്സാക്ട്ലി ആ വർഷം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വെള്ളപ്പൊക്കം തുടങ്ങിയ കാലം എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം തുടങ്ങിയ കാലത്ത് തൊട്ടു മുൻപിലാണ് ഈ മെഥൂശലഹ് മരിക്കപ്പെടുവാനിടയായിത്തീർന്നത്. മെഥൂശലഹിൻ്റെ മരണശേഷം വെള്ളം പൊങ്ങിയെങ്കിൽ ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിലെ ഒരു ബെനിഫിറ്റ് ഇതായിരുന്നു. ഈ മെഥൂശലഹിൻ്റെ ജനനത്തോടുകൂടെ ചേർന്ന് എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ സമയം ദൈവത്തുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നടക്കുവാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട്, ഗോഡ്സ് ഒരു റെവലേഷൻ ഈ ഹാനോക്കിന് ഉണ്ടായിരുന്നുവെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹാനോക്കിന് ഉണ്ടായിരുന്ന വെളിപ്പാടാണ് ഹാനോക്ക് തൻ്റെ മകന് മെഥൂശലഹ് എന്ന് പേര് കൊടുക്കുവാൻ ഇടയായിത്തീർന്നതെങ്കിൽ തൻ്റെ മകനെ മെഥൂശലഹ് എന്ന് വിളിച്ചപ്പോൾ ഹാനോക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ മരിക്കാതെ മറ്റത് കടന്നു വരത്തില്ല, ഇവൻ മരിക്കാതെ വെള്ളപ്പൊക്കം കടന്നു വരത്തില്ല. അങ്ങനെയെങ്കിൽ നാളുകൾക്ക് മുമ്പ് ദൈവം നോഹയ്ക്ക് ഒരു വെളിപ്പാട് കൊടുക്കുന്നതിന് മുമ്പ് തിരുവചനം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ദൈവഭക്തന്മാരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ചില ആലോചനകൾ അത് ഒരു വ്യക്തിക്ക് മാത്രമല്ല കൊടുക്കുന്നത്, മറ്റ് പലർക്കും കൊടുക്കും. ശ്രദ്ധിച്ചോണേ ഒരു കാര്യം, ദൈവം ഒരു റെവലേഷൻ ആക്കെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കത്തില്ല. ഒരേ റെവലേഷൻ പ്രാപിച്ച അനേകരെ പല തലമുറകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് എനിക്ക് സ്പെഷ്യലി ഒരു വെളിപ്പാട് പ്രാപിച്ചുവെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അതിനകത്ത് ഒരു വലിയ ഡേഞ്ചർ അടക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ദൈവം വെളിപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടി ദൈവം ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ദൈവമല്ല. പിന്നെയോ യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യത്തില്ലെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ആമോസ് പഠിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ട്. എന്ത് വെളിപ്പാടാണെങ്കിലും ദൈവം ഒരു വ്യക്തിയിൽ മാത്രമല്ല കൊടുക്കുന്നത്, മറ്റുള്ളവർ കൂടെ ദൈവം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തിപരമായിട്ട് എനിക്കൊരു വെളിപ്പാട് കിട്ടി, അത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ, അത് തികച്ചും തെറ്റായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്ന ഒരു പാർഷ്യാലിറ്റി ഉള്ള ദൈവമല്ല. ദൈവത്തിന് എക്സ് എന്നും ദൈവത്തിന് വൈ എന്നും വ്യത്യാസമില്ല. എക്സ് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന പോലെ വൈ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന് എക്സും വൈയും സെയിം തന്നെയാണ്. ഒന്ന് ചിന്തിച്ചോണം, എന്നെപ്പോലെ ദൈവത്തോട് ഭക്തി കാണിക്കാത്ത ഭക്തി കാണിക്കുന്നവർ ആരും ഈ ലോകത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ പൊട്ടക്കണറ്റിലിരിക്കുന്ന ഒരു തവളയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടുള്ളത് ആ ലോകം മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിനപ്പുറത്തൊരു പ്രവൃത്തിയുണ്ട്, അപ്പുറത്ത് ദൈവത്തിൻ്റെ മക്കളുണ്ട്. അവരെ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം മാറുവാൻ സാധിക്കും. എന്താ ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞത്? ഹാനോക്ക് ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നു. ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മകനെ ജനിപ്പിച്ചതിന് ശേഷമാണ് ദൈവത്തോടുകൂടി ചേർന്ന് നടന്നതെങ്കിൽ തൻ്റെ മകനെ ജനിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച എന്തെന്നറിയത്തില്ല. കഴിഞ്ഞ 65 വർഷക്കാലം ഈ ഹാനോക്കിന് ജീവിച്ചതായിരിക്കുന്ന ഒരനുഭവത്തിലല്ല തുടർന്നുള്ള 300 വർഷക്കാലം ജീവിച്ചത്. അതിനേക്കാൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 65 വർഷം എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ഒരു സാമാന്യ ഒരു ദൈവം വിളിക്കുന്നവനായിട്ട് മുൻപോട്ട് കടന്നു പോയെങ്കിൽ, ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ തൻ്റെ 65-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ, ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ താൻ പ്രാപിച്ചത് തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തിലേക്ക് താൻ കാലെടുത്ത് വെച്ചു. തുടർന്നുള്ള എൻ്റെ ജീവിതം ഈ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കണമെന്നുള്ളത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ ഹാനോക്കിന് സാധ്യമായെങ്കിൽ ഇന്ന് ദൈവിക വെളിപ്പാട് ഞാൻ നിങ്ങൾ പ്രാപിച്ചിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാനുള്ള തീരുമാനം. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ വാക്യമാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദാറ്റ്സ് ഓൾ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടത് കൊടുക്കുവാനായിട്ടിടയായി തോന്നുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം ഹാനോക്ക് നടക്കുവാനിടയായതോ. തിരുവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം, ആമോസ് പ്രവാചക പുസ്തകം 3-ാം അധ്യായം 3, ആമോസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 3. ശ്രദ്ധിക്കുക, ആ വേർഡ്, 2 പേരെ ഒത്തിട്ടല്ലാതെ
ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുമോ? ഹാനോക്ക് ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നുവെന്ന് പറയുമ്പോൾ, ദൈവത്തോടുകൂടെ നടന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരുമിച്ച് ഒത്തിട്ട് മാത്രമേ ഒരുമിച്ച് നടക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഒരുമിച്ച് നടക്കണമെങ്കിൽ അവക്കൊരു ഒരുമ ആവശ്യമാണ്. രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകളോട് ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരുമിച്ച് പോകുവാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. കൂട്ടുകാരൻ ആരാണെങ്കിൽ അവരെ പോലെ ആയിരിക്കും ആ വ്യക്തി. അത് അണ്ടർസ്റ്റുഡ്. ഇതിനകത്ത് വേറെ ഫിലോസഫി ഒന്നും പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നിൽക്കുന്ന ചുറ്റുപാട്, ഞാൻ ആയിരിക്കുന്ന അന്തരീക്ഷം എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ കോപ്പറേറ്റ് ചെയ്യുവാൻ പോകത്തുള്ളൂ. അല്ല എങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ ഹാനോക്ക് ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നുവെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഹാനോക്കിൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നുവെന്നല്ല, പിന്നെയോ ഹാനോക്ക് ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പ്, വ്യക്തമായിരിക്കുന്ന ലിഖിതങ്ങൾ കിട്ടപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ ചേർന്ന് നടന്നുവെന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി എത്ര വലിയത് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ രണ്ടുപേർ ഒത്തിട്ട് മാത്രമേ ഒരുമിച്ച് നടക്കുവാൻ സാധിക്കത്തുള്ളെങ്കിൽ എങ്ങനെയാണ് ഒന്നിക്കുവാൻ സാധിക്കുക? എന്തായിരിക്കണം അതിൻ്റെ മാനദണ്ഡം? വായിച്ചോട്ടെ, 1 John chapter 1 verse 5 to 7. 1 യോഹന്നാൻ 1 അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം വെളിച്ചമാകുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ പറയുകയാണ്, ദൈവം വെളിച്ചമാണ്, ദൈവത്തിൽ ഒട്ടും തന്നെ ഇരുട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ വെളിച്ചത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഹാനോക്ക് നടന്നത്. വെളിച്ചം ഹാനോക്കിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തി ആയിരുന്നില്ല ഹാനോക്കിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, താൻ ഒരു കുടുംബത്തോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം വെളിച്ചമായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. വാക്യം കൂടെ എഫെസ്യ ലേഖനം 5 അധ്യായം അതിൻ്റെ 7, 8, അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വേഴ്സ് 1 to 12. എന്നാൽ പ്രധാനമായിട്ട് നമ്മുടെ ചിന്തയിൽ നിൽക്കുവാൻ തക്കവണ്ണം അതിൻ്റെ 7, 8 വാക്യം. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അപ്പോൾ മനസ്സിലാക്കണം, എന്താണ് ഇരുള്, എന്താണ് വെളിച്ചം. ദൈവത്തെ നാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ദൈവത്തെ നാം കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഇരുളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആരായിരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു പുതുമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ശേത്തിൻ്റെ വംശാവലിയിൽ ആരാധന തുടങ്ങിയെങ്കിൽ, ശേത്തിൻ്റെ വംശാവലിയിൽ നിന്ന് ആദമിൻ്റെ വംശാവലിയിൽ നിന്ന് 7ാമനാണ് ഹാനോക്കെങ്കിൽ, ഈ വംശാവലിയിൽ ആരാധന തുടങ്ങിയെങ്കിലും മറ്റുള്ള പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് ആരെക്കുറിച്ചും പറയാത്തൊരു പദവിയാണ് ഹാനോക്കിനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നത്. മറ്റ് പലരും ആരാധന കഴിച്ചു, അവരുടെ കാലത്ത് ആരാധന തുടങ്ങി, അവർ പലതും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഹാനോക്കിൽ ദൈവം ഒരു സ്പെഷ്യാലിറ്റി കാണുവാനിടയായിത്തീർന്നു. എന്താ സ്പെഷ്യാലിറ്റി കണ്ടത്? ഹാനോക്ക് ദൈവം വെളിച്ചമായിരുന്നത് പോലെ, വെളിച്ചമാകുന്നത് പോലെ ഹാനോക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഹാനോക്ക് വിട്ടുകളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാക്യം കൂടെ, 11, 12 വാക്യം, അതേ ചാപ്റ്റർ വേഴ്സ് 11 and 12. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ നിങ്ങൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക എത്രയോ വേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ്, അവ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കാത്തൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ അത് ഏത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ അർത്ഥം അത് ഇരുട്ടിൻ്റെ പ്രവർത്തനമാണ്.
നിങ്ങൾ മനസ്സിലാക്കണേ ഈ സത്യം. മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇരുട്ടിൻ്റെ സ്വഭാവമാണ്. ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ് അതിനകത്ത് വെളിപ്പെടുന്നത്. ഇരുട്ടിൻ്റെ കരമാണ്. ഈ ലോകത്തിൽ ധാർമ്മിക ബോധം അധപ്പതിച്ച ഒത്തിരി പേര് കാണും. ഒരു ധാർമ്മിക നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു കോൺഷ്യസിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ കോൺഷ്യസിൽ കൂടെ അവർ ചെയ്യുന്നത് മറ്റുള്ളവർക്കുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റുള്ളവരോട് പറയുവാൻ ബുദ്ധിമുട്ടാകുന്നുവെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും പല കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് നോക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ അത് വെളിപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് നിൽക്കും. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്ന് പറയുവാൻ ഈ ഒരൊറ്റ വേർഡിൽ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യം നിങ്ങൾക്ക് അതിനകത്ത് വിടുവാൻ സാധിക്കും. എന്നാൽ ഒരു വേർഡ് മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് പറയുവാൻ പറ്റാത്തതോ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുവാൻ സാധിക്കാത്തതോ ആയ കാര്യങ്ങൾ, രഹസ്യമായിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും ഇരുട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളും ഇരുട്ടിലായിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് വെളിച്ചമാകുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കണമെങ്കിൽ, വെളിച്ചത്തോടൊരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇരുള് മാറിയെങ്കിലേ പറ്റത്തുള്ളൂ. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഇരുളിന് വെളിച്ചത്തോടെ എന്തൊരു യോഗ്യത. ഇരുട്ടും വെളിച്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുക. എവിടെ വെളിച്ചമുണ്ട് അവിടെ ഇരുട്ടില്ല, എവിടെ ഇരുട്ടുണ്ട് അവിടെ വെളിച്ചമില്ല. അതാണ് സിറ്റുവേഷൻ എങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമാകത്തില്ല എങ്കിൽ, ദൈവം വെളിച്ചമാകുന്നുവെങ്കിൽ ഈ വെളിച്ചമാകുന്ന ദൈവത്തോടു കൂടെ ചേർന്ന് ഞാൻ നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ പ്രവൃത്തി വെളിച്ചത്തിൻ്റെതായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെളിച്ചത്തിൻ്റെ പ്രവൃത്തി അല്ല എങ്കിൽ ഞാൻ ഒരു പക്ഷെങ്കിൽ ദൈവത്തെ വിളിക്കുന്നവനായിരിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരിക്കാം. അതിൻ്റെ അർത്ഥമല്ല ഞാൻ ദൈവത്തോടുകൂടെ നടക്കുന്നുവെന്നുള്ളത്. ദൈവത്തോടുകൂടെ നടക്കുന്നുവെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂറും തൻ്റെ ആയുസ്സിൽ ഈ കഴിഞ്ഞ 300 വർഷക്കാലം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള പ്രാഗൽഭ്യം ഹാനോക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പദവി. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഹാനോക്കിൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്തായിരിക്കണം തൻ്റെ ജീവിതത്തിൽ ഈ മകന് പേര് കൊടുത്തതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി, ആ മകൻ ജനിക്കുമ്പോൾ ഈ ഹാനോക്കിന് റെവലേഷൻ കിട്ടി. ആ റെവലേഷൻ കൊണ്ടാണ് ഈ ലോകമല്ല വലുതെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തോടു കൂടി ചേർന്ന് നടക്കുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അനേക പൂർവ്വ പിതാക്കന്മാർ മരിച്ചവരുടെ ചരിത്രം പറയുന്നുണ്ട്. അവരെല്ലാവരും മരിച്ചത് 600 വർഷങ്ങൾക്ക് മുകളിലോട്ടാണെങ്കിൽ അതിനകത്ത് ചുരുങ്ങിയ സ്പാൻ ഓഫ് ലൈഫ് ജീവിച്ച ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അത് ഹാനോക്ക് മാത്രമായിരുന്നു. എന്നാൽ മറ്റുള്ളവർ നീണ്ട 1000 വർഷമോ 900 വർഷമോ ജീവിച്ചതല്ല ഹാനോക്കിനെ കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത്. മറ്റുള്ളവർ 1000 വർഷം ജീവിച്ചുവെങ്കിലും 1000 വർഷം അവരുടേതായിരിക്കും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഹാനോക്കിനെ വിളിച്ച് നോക്കിയാൽ ദൈവത്തിന് ഒന്ന് പറയുവാനുണ്ട്. അവൻ ചുരുങ്ങിയ ചില സ്പാന് 365 വർഷമേ അവൻ ജീവിച്ചുള്ളൂവെങ്കിലും അവനെക്കുറിച്ച് പറയുവാനുണ്ട് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, എന്തുകൊണ്ട് ദൈവമേ ഈ ഹാനോക്കിൻ്റെ ആയുസ് നീ എത്ര പെട്ടെന്ന് എടുത്തു? അതിന് നമുക്ക് യാതൊരു കണക്കുമില്ല. പക്ഷേ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ സാധിക്കുന്ന ഒരു അനുഭവങ്ങളാണ്. എത്ര കൊല്ലം ജീവിക്കുന്നു എന്നുള്ളതല്ല, എത്ര കൊല്ലം ആയിരിക്കുന്നു എന്നുള്ളതല്ല. 2 ദിവസമേ ഉള്ളുവെങ്കിലും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല. എന്താ വേണ്ടത്? ഒരു വ്യക്തമായിരിക്കുന്ന റെവലേഷനാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കാരണമായി തീർന്നത്. ഇന്ന് രാത്രി ദൈവം നമ്മുടെ അരുമരക്ഷിതാവായ യേശു ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കെ, അതായിരിക്കട്ടെ നമുക്കുള്ള ദർശനം, ദൈവത്തോടുകൂടി ചേർന്ന് നടക്കുവാനുള്ള തീരുമാനം. ഹാനോക്കിൻ്റെ ജീവിതം, ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ 2 പ്രാവശ്യമാണ് ആവർത്തിച്ച് ദൈവം അവിടെ പറഞ്ഞത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. രണ്ടാമത് ഹാനോക്കിൻ്റെ പ്രത്യേകത, he lived with a family. He lived with a family. The first one, he walked
with God for 300 years. He lived with his family. പലരും ചിന്തിക്കുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ കുടുംബം ഒരു വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ അമേരിക്കൻ ദൈവ മക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പല വിവാഹം കഴിച്ച പല പ്രൊഫറ്റസും മറ്റുള്ളവരൊക്കെ TV വളരെ ഈസിയായി വളരെയധികമായിട്ട് കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരികൾ വിവാഹം കഴിച്ചിട്ട് അവരെല്ലാം ഡൈവോഴ്സ്, എല്ലാമല്ല 2 പേര് ഡൈവോഴ്സ് ചെയ്തു. ആ ഡൈവോഴ്സ് ചെയ്തതിൻ്റെ കാരണം അവർ പറഞ്ഞത്, എൻ്റെ വിവാഹ ജീവിതം എൻ്റെ ആത്മീയ ജീവിതത്തെ ഒത്തിരി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ പലരും ചിന്തിച്ച് കാണുമായിരിക്കാം ഇത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോവും, ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ദൈവത്തോട് കൂടുതലായിട്ട് പറ്റിച്ചേർന്ന് നടക്കാമായിരുന്നല്ലോ. അത് സത്യമായിരിക്കുന്ന കാര്യം. എന്നാൽ ഒരു കാര്യം ഹാനോക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഹാനോക്കിൻ്റെ തുടർന്നുള്ള 300 വർഷക്കാലം ഹാനോക്ക് മക്കളെ, പുത്രന്മാരെയും ജനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിലും ഇതൊന്നും ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുന്നതിന് തടസ്സമായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം കുടുംബം ഒരു തടസ്സമല്ലെന്നാ. കുടുംബജീവിതം ഒരു തടസ്സമാകത്തില്ല. എന്നാൽ എന്താ ഇവിടെ വേണ്ടെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. ഇവിടെ വേണ്ടത് ഒരു മാറ്റമാണ് വരേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഈ കുടുംബജീവിതം കൊണ്ട് ദൈവത്തോട് എനിക്ക് കുറേ സമയം കൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാമായിരുന്നു, പല കാര്യം ചെയ്യാമായിരുന്നു. വാസ്തവത്തിൽ ഉണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എൻ്റെ മനസ്ഥിതിക്കാണ് ഒരു മാറ്റം വരേണ്ടത്. പലപ്പോഴും ഞാൻ നിന്നുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ പലത് ചിന്തിക്കുന്നുണ്ട്, പലത് ചെയ്യുന്നുണ്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, വാസ്തവത്തിൽ മാറ്റം വരേണ്ടത് ചുറ്റുപാടുകൾക്കല്ല, മാറ്റം വരേണ്ടത് നമുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം കടന്നു വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുകൾ വളരെ ഭംഗിയായിട്ട് മാറ്റപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഒരു പർട്ടിക്കുലർ റൂം, വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു റൂം. ആ റൂമിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്നു. അങ്ങോട്ട് വേറെ ആരുമില്ല അവിടെ. അദ്ദേഹം ആ റൂമിൽ കടന്നു ചെന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തുവാ ഒരു റൂം, ഇവിടെ ഇതില്ല അതില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തി ആ റൂമിലേക്ക് വിട്ടു. ആ റൂമിലേക്ക് വിട്ടപ്പോൾ അദ്ദേഹം വളരെ ശാന്തമായിട്ട് ആ കസേരയിരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയി. 2 പേരുടെയും പ്രശ്നമെന്ന് പറയുന്നത് ഈ റൂം ആയിരുന്നില്ല, 2 പേരുമായിരുന്നു പ്രശ്നം. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ പ്രതികൂലമായിരിക്കുമ്പോൾ, ചുറ്റുപാടുകൾ പ്രശ്നങ്ങളാൽ നിറയപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇന്നാൾക്ക് മാറ്റം വന്നെങ്കിലേ ശരിയാകത്തുള്ളൂ. തികച്ചും തെറ്റാ. മാറ്റം വരേണ്ടത് നമുക്കാണ്. നമുക്ക് മാറ്റം വരുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ മാറും. നമ്മൾ മനസ്സിലാക്കണേ, കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളാണ്, ഏത് പ്രശ്നങ്ങളെ നമ്മൾ എടുത്തു പഠിച്ചാലും ആക്ച്വലി മാറ്റം വരേണ്ടത് അകത്തുനിന്നൊരു മാറ്റം വരുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഹാനോക്കിൻ്റെ ജീവിതം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിന് കുടുംബജീവിതം ഒരു ബാധകമായിരുന്നില്ല. മക്കൾ ജനിക്കുന്നതിനോ അത് ഹാനോക്കിന് ബുദ്ധിമുട്ടായിരുന്നില്ല. പെൺമക്കൾ ജനിക്കുന്നതിന് ഹാനോക്ക് ബുദ്ധിമുട്ടായിരുന്നില്ല. അവരുടെ ഉപജീവനത്തിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നതിനോ ഹാനോക്കിനൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ഇപ്രകാരമുള്ള ഒരു കുടുംബജീവിതത്തിലെ സകലവിധമായിരിക്കുന്ന ആവശ്യങ്ങളും ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരുന്നുവെങ്കിൽ തന്നെയും ഇത് മുഴുവൻ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നോ ചെയ്യുവാൻ തക്കണം ഹാനോക്കിന് സാധ്യമായി തീർന്നു എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയം. നമ്മൾ ചിന്തിക്കണേ, ഇൻ ഫ്യൂച്ചറിൽ പറയരുത്, ഇന്നതൊന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാമായിരുന്നു, എൻ്റെ ജോലി സമയം ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞാനിന്ന് ചെയ്യാമായിരുന്നു. വിഷയം അതല്ല. ഞാൻ ആദ്യത്തെ ടൈം സിംഗപ്പൂരിൽ കടന്നു ചെന്നപ്പോൾ അവിടെ പറഞ്ഞ ഒരു വേർഡ് എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യും. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ് ഇതാണ്, മാറേണ്ടത് എന്തുവാണെന്നറിയാമോ? നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റി ദൈവവും ദൈവത്തിൻ്റെ വിഷയമാകുന്നുവെങ്കിൽ ബാക്കിയുള്ളതിനൊന്നിനും ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ദൈവമാകാത്തിടത്തോളം കാലം 24 മണിക്കൂർ നിങ്ങളെ ഒരു റൂമിനകത്ത് അടച്ചിട്ട്
ഒരു വേദപുസ്തകം തന്നുകൊണ്ട് ഇരുത്തിയാലും അവിടെ ഇരിക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം വരേണ്ടത് ഉള്ളിൽ നിന്നാണ് കടന്നു വരേണ്ടത്. ദൈവത്തോടുള്ള താല്പര്യം ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തോടുള്ള താല്പര്യം ഉള്ളിൽ നിന്ന് കടന്നു വരുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ആകമാനം മാറ്റിമറിക്കുന്നത്. ദയവായി ശ്രദ്ധിക്കുക. നാളെ ഇനി കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും കുറ്റപ്പെടുത്തുവാൻ ഇടയാകരുത്. ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ ദൈവവേല ചെയ്യായിരുന്നു. നെവർ ഡു ഇറ്റ്. മാറ്റം വരേണ്ടത് നമുക്ക്. പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഏത് സാഹചര്യമായിരുന്നാലും ഒരു കുടുംബജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരുന്നാലും അവിടെയും നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ സാധിക്കും എന്നുള്ളത് ഹാനോക്കിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. മൂന്നാമത് ഹാനോക്കിൻ്റെ പ്രത്യേകത, ഹി വാസ് എ പ്രൊഫറ്റ്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഒരു പ്രവാചകനായിരുന്നു. ജൂഡ് വേഴ്സ് 14 and 15, യൂദായുടെ ലേഖനം 14-15, വെളിപ്പാട് പുസ്തകം തൊട്ട് മുൻപ് ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഹാനോക്കിൻ്റെ പ്രവചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂദ മാത്രമാണ്. എന്തുവാ ഹാനോക്ക് പ്രവചിക്കുവാനിടയായി തീർന്നു? ഹാനോക്കിനെ കുറിച്ച് അവിടെ പറയുന്നു. അവിടെ ഹാനോക്കിനെ വെളിപ്പെടുത്തിയ ഇപ്രകാരമാണ്. വേദപുസ്തകത്തിൽ പല ഹാനോക്കുമാരുള്ളത് കൊണ്ട് ഈ ഹാനോക്കിനെ, ഇതാണ് ഹാനോക്ക് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അപ്പോൾ ആദാമിൻ്റെ കാലം മുതൽ ഏഴാമനായ ഹാനോക്ക്. നിങ്ങൾ ആ ശേത്തിൻ്റെ വംശാവലി നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങൾ 5-ാം അധ്യായം, ഉൽപ്പത്തി 5-ാം അധ്യായം നിങ്ങൾ വായിക്കാമെങ്കിൽ ഒന്ന് പെട്ടെന്ന് എടുത്താട്ട്. അപ്പോൾ ഒന്നാമത്തെ ജനറേഷൻ ഷേത്ത്, 1 ആദം, അത് കഴിഞ്ഞ് 2 ഷേത്ത്, 3 വായിച്ചാട്ട് 6th വേഴ്സ്. മൂന്നാമത്തത് ഏനോസ്, അതിൻ്റെ 9ാമത്തെ വാക്യം. 4 കെനാൻ, 5ാമത്തത് അതിൻ്റെ 12ാമത്തെ വാക്യം. 6 മഹ്ലയേൽ, നെക്സ്റ്റ് അതിൻ്റെ 15 യാരെദിനെ, 6ാമത്തത് 7ാമത്തത് 18 ഹാനോക്ക്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് വംശപാരമ്പര്യം വെച്ച് പഠിക്കുമ്പോൾ ഹാനോക്ക് എന്ന് പറയുന്നത് ആദാമിൻ്റെ സന്തതിയിൽ നിന്ന് ഏഴാമനാണ്, 7ാമത്തെ ജനറേഷനാണ്. ആ പത്യം അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ വെളിപ്പെടുത്തിയ ഹാനോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാനോക്കിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്ത് ചെയ്തു? ഹാനോക്ക് പ്രവചിച്ചു. എന്തുവായിരുന്നു ഹാനോക്കിൻ്റെ പ്രവചനമെന്ന് പറയുന്നത്? ഹാനോക്ക് പ്രവചിച്ചത് ഇതാ, കർത്താവ് സകലവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു. അപ്പോൾ 1000 വിശുദ്ധന്മാരോടുകൂടെ വരും. നിങ്ങൾക്കറിയാം ഇത് ഏത് സമയത്തെ കുറിച്ച് കൊണ്ട് കാണിക്കുന്നു? ഏത് സമയം? 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയെ ന്യായം വിധിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്ന കാഴ്ച ഏഴാമനായിരിക്കുന്ന ഹാനോക്ക് മുന്നമേ കണ്ടു. അത് മുന്നമേ കാണുക മാത്രമല്ല, ഹാനോക്ക് അത് പ്രവചിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തോടുകൂടെ നടന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോടുകൂടെ നടക്കുന്നൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് ആരും നടന്നാലും ദൈവം തൻ്റെ രഹസ്യം അവർക്ക് പങ്കിട്ട് കൊടുക്കും. അപ്പം ദൈവം ആരെയും മൂടി വെക്കുന്ന ദൈവമല്ല. ദൈവം തൻ്റെ രഹസ്യം പകർന്നു കൊടുക്കുവാൻ ആ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങളെ എൻ്റെ ദാസന്മാരെന്ന് പറയത്തില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ പിതാവിനോട് കേട്ടത് ഞാൻ നിങ്ങളോട് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന സ്നേഹിതന്മാരെ ആകുന്നുവെങ്കിൽ ഇവിടെ ഹാനോക്കിനെ ദൈവം സ്നേഹിതനായി കണ്ടുകൊണ്ട് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എന്ത് സന്ദർഭത്തിലാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്? ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഏതെങ്കിലും സമയത്ത് ദൈവമക്കൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ചരിത്രം നമ്മൾ കാണുവാൻ സാധിക്കും. വെറുതെ കിടന്ന് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കത്തില്ല. ജീവിതത്തിൽ ചില പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം വെളിപ്പാടുകൾ നൽകി കൊടുക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ദൈവം ഇവിടെ ഹാനോക്കിന് വെളിപ്പാട് കൊടുത്തിരിക്കുന്നത്? വായിച്ചാട്ട് അതിൻ്റെ 15ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചാട്ട്. ശ്രദ്ധിക്കുക, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂര പ്രവൃത്തികൾ നിമിത്തം എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്
ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ മനുഷ്യവാസം, ഇഷ്ടം പോലെ ജീവിക്കുക, എല്ലാം സുഖലോലുപമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ല ഹാനോക്ക് ജീവിച്ചുകൊണ്ടേയിരുന്നത്. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു യുദ്ധക്കളരിയിലായിരുന്നു ഹാനോക്കും ജീവിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഈസി മാറ്റിക്കാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്ന് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത്. എന്താ ഇവിടെ പറയുന്നത്? ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂര പ്രവൃത്തികൾ നിമിത്തം അന്നും ദൈവത്തോടു കൂടെ ചേർന്ന് നടന്ന ഹാനോക്കിനെ കുറ്റപ്പെടുത്തുവാൻ അന്ന് ലോകത്തിന് മക്കളുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഉണ്ടായിരുന്നെന്നൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പറയുണ്ടായി, ഈ ആദാം മുതൽ ഏഴാമനായിരിക്കുന്ന ഹാനോക്ക്. അങ്ങനെയെങ്കിൽ കയീൻ്റെ വംശാവലി ഒന്ന് നോക്കിയാൽ ആരാണ് ഈ ഏഴാമനെന്ന് ചിന്തിച്ചാൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് വായിച്ചോട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ഉൽപ്പത്തി 4-ാം അധ്യായം. അപ്പോൾ ഇവിടെ കയീൻ്റെ വംശാവലിയിലേക്ക് കടക്കുകയാണ്. ആദാമിൻ്റെ മകൻ കയീൻ, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തത്, അതിൻ്റെ 17-ാമത്തെ വാക്യം. അത് മൂന്നാമത്തെ മകൻ ഹാനോക്ക്. 4, നെക്സ്റ്റ് വേർഡ് 18. നെക്സ്റ്റ് മകൻ നാലാമത്തത് ഈരാദ്. നെക്സ്റ്റ് അതേ വാക്യം. മെഹുയേലിനെ ജനിപ്പിച്ചു, 5-ാമൻ. നെക്സ്റ്റ്. 6-ാമൻ മെതുശലഹിനെ ജനിപ്പിച്ചു. യെസ്, മെതുശലഹ് ലാമേക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ ആദാമിൻ്റെ വംശാവലിയിൽ നിന്ന് കയീനിൽ കൂടെ ജനിച്ചതായിരിക്കുന്ന 7-ാമൻ എന്ന് പറയുന്നത് ലാമേക്ക്. ശേത്തിൻ്റെ സന്തതിയിൽ കൂടെ ജനിച്ചതായിരിക്കുന്ന 7-ാമൻ എന്ന് പറയുന്നത് ഹാനോക്ക്. എന്താ ഞാൻ ഈ ലാമേക്കിനെ വെളിപ്പെടുത്താൻ കാരണമായി തീർന്നതെന്നറിയാമോ? ആ ലാമേക്കിൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വഭാവത്തെ വേദപുസ്തകം ഒരു 3-4 വാക്യത്തിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ ലാമേക്കിൻ്റെ പ്രത്യേകത? വായിച്ചോട്ട് അതിൻ്റെ 19 മുതൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് 24 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അതിൻ്റെ 19-ാമത്തെ വാക്യം. ഈ ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദായി എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദായിക്ക് 2 മക്കൾ ജനിച്ചു. അവർക്ക് 2 പേരും 2 വ്യത്യസ്തം. ഒരാൾ വീണ വായിക്കുന്നവനായിരുന്നു, വേറൊരാൾ ആടുപാലകനായിരുന്നു, പശുപാലകനായിരുന്നു. രണ്ടാമത്തെ ഭാര്യയാകുന്ന സില്ലായിൽ നിന്ന് ജനിച്ച സന്തതി വായിച്ചോട്ട് അതിൻ്റെ 22. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ ഉണ്ടാക്കുന്നവനായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് എന്തോ ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ ആയുധം? എപ്പോഴാണ് ആയുധം വേണ്ടത്? എന്തുണ്ടായാൽ, ഒരു ഒപ്പോസിഷൻ വരുമ്പോൾ, ഒരു ശത്രു ഉണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ പർട്ടിക്കുലർ സമയത്തെ ലോകത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ തന്നെ അടിയും ബഹളവും കുത്തും കിടന്ന സ്ഥലമാണ്. തൻ്റെ മോൻ നോക്കിയപ്പോൾ നല്ലൊരു ബിസിനസ് അവൻ കണ്ടത് 2 കടാരി ഉണ്ടാക്കുന്നതാണ്. നല്ല ചെലവാണെന്ന് മനസ്സിലാക്കി ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവനായി തീർന്നു. നിങ്ങൾ താഴോട്ട് വായിച്ചോണം, അതിൻ്റെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 23. ലാമേക്ക് തൻ്റെ 2 ഭാര്യമാരെയും വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ വാക്ക് കേൾപ്പീൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും. മനസ്സിലായോ? മതി, സിറ്റുവേഷൻ മനസ്സിലായോ? എൻ്റെ മുറിവിന് പകരം ഞാൻ ആരെ കൊല്ലും? ഒരു പുരുഷൻ. അപ്പോൾ ഓൾറെഡി ഇവിടെ എന്ത് നടക്കുക നിങ്ങൾ മനസ്സിലാക്കണം. കയീൻ തൻ്റെ സഹോദരനെ കൊല്ലുവാൻ തീരുമാനമെടുത്തതുപോലെ ഒരു പ്രീ പ്ലാൻഡ് മർഡറാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. എന്താ കാരണമെന്നാ? തൻ്റെ മുറിവിന് പകരം. എന്നിട്ട് ഈ പുള്ളി തന്നെക്കുറിച്ച് തന്നെ എന്ത് പറഞ്ഞു? ദൈവം കയീന് വേണ്ടി 7 ഇരട്ടി ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി. ശ്രദ്ധിച്ചോണേ, അന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇന്നത്തേതിനേക്കാൾ ഒത്തിരി മോശമായിരുന്നു. ഇന്നൊരു പക്ഷേ ഒന്നുകൂടെ നല്ലതാണ്. അന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. അന്ന് ലോകം മുഴുവൻ പടർന്നു കിടക്കുകയല്ല, ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഇവർ ആയിരിക്കുകയാണ്. നോഹയുടെ കാലത്തിന് ശേഷം, വെള്ളം താണ ശേഷമാണ് ലോകം മുഴുവൻ ജനം പടരുവാൻ ഇടയായിത്തീർന്നത്.
അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ജനം, ഒരു ചുറ്റുപാട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ തമ്മിൽ അടിച്ചും ഇടിച്ചും കൊന്നും ജീവിക്കുന്ന ഒരു കാലയളവിലാണ് ഹാനോക്ക് ജീവിച്ചത്. ഈ പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹാനോക്ക് ഇപ്രകാരം പറഞ്ഞത്, തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂര പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തൻ്റെ നേരെ നിഷ്ഠൂരമായിട്ട് പ്രവർത്തിച്ചു, വേണ്ടാത്ത വാക്കുകൾ തനിക്കെതിരായിട്ട് ഉണ്ടാക്കി, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ തനിക്കെതിരായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ആ സമയം ദൈവത്തോടുകൂടി ചേർന്ന് നടക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം അല്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെ, എവിടെ നോക്കിയാലും പ്രതികൂലങ്ങൾ തന്നെ, എവിടെ നോക്കിയാലും ബുദ്ധിമുട്ടുകൾ തന്നെ, കൊല്ലും കൊലവെപ്പും നടക്കുന്നതായിരിക്കുന്ന ഒരു കാലയളവിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് സംഭവിച്ചു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൻ്റെ വലിയ പ്രാധാന്യത. ഇവിടെ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഹാനോക്ക് ഒരു പ്രവാചകനായിട്ട് നമ്മൾ കാണുന്നു. ഒരു പ്രവാചക ശുശ്രൂഷ ഹാനോക്ക് ചെയ്യുക. ആ പ്രവചന ശുശ്രൂഷ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് പഠിക്കണം. 14-15 വാക്യം യൂദായുടെ പുസ്തകം. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിനകത്ത് വിവിധങ്ങളായ സെക്ഷൻസ് അടക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നത് എന്തെല്ലാമാണ്, ഏതായിരുന്നു അതിൻ്റെ അവസ്ഥ. ഒരു വാക്യം വന്നെടുത്താട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത, ഭക്തിയില്ലാതെ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ എന്ത് ചെയ്തു? തൻ്റെ നേരെ പ്രവർത്തിച്ചപ്പോൾ, തൻ്റെ നേരെ എതിർത്ത് വന്നപ്പോൾ ഭക്തിയില്ലാത്തവരായിട്ട് പ്രവർത്തിച്ചു. നെക്സ്റ്റ് വേർഡ്, ഇവരുടെ സകല പ്രവൃത്തികളും ഏതായിരുന്നു? ഭക്തിവിരുദ്ധം, ഭക്തിക്കെതിരായിട്ടുള്ളത്, ഭക്തിക്ക് അനുയോജ്യമായിരിക്കുന്ന പ്രവർത്തനമായിരുന്നില്ല. എല്ലാം അതിന് എഗൻസ്റ്റായിട്ട്, എല്ലാം അതിന് ഓപ്പോസിറ്റായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടേയിരുന്നത്. നെക്സ്റ്റ്, ഇവരാര്? ഇവരും ഭക്തികെട്ട പാപികൾ. എന്നിട്ട് പറയുന്നു, തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരമായിരിക്കുന്ന സകല പ്രവർത്തികൾ. നിങ്ങൾ ആ വേർഡ് മനസ്സിലാക്കണം, നിഷ്ഠൂരം. അത്രമാത്രം ഹീനമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ, വളരെ മോശമായിരിക്കും, തഴം താണുമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതാണ് തൻ്റെ നേരെ കടന്നു വരുവാനിടയായിത്തീർന്നത്. ശ്രദ്ധിക്കണേ, ഹാനോക്കെ, നിനക്ക് എന്തുകൊണ്ട് ഈ വെളിപ്പാട് ലഭിച്ചു? ഒരു കാര്യം ഹാനോക്കിനെ പറയുവാൻ സാധിക്കും, ശത്രുവിൻ്റെ കൂരമ്പുകളൊക്കെ എൻ്റെ നേരെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കി, എൻ്റെ ദൈവമല്ലാതെ മറ്റാരും എന്നെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. ഞാൻ ദൈവത്തിൻ്റെ പൊന്മുഖത്തെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനെല്ലാം അന്തം വരുത്തുവാൻ ഒരു ദിവസം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത അടുത്ത ഒരു റെവലേഷനിലേക്ക് തന്നെ നയിച്ചു, അടുത്തൊരു വെളിപ്പാടിലേക്ക് നയിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പാടുകളിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമായി മാറണം. കഷ്ടതകൾ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് തീരണം. എന്താ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞത്? ഇവിടെ ഹാനോക്ക് ഈ വിഷയങ്ങളൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കുകയല്ല ഹാനോക്ക് ചെയ്തത്. ഈ വിഷയങ്ങളൊക്കെ മുൻപിൽ ഹാനോക്ക് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, ഇത്രമാത്രം ഹീനമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ തനിക്കെതിരെ കടന്നു വന്നപ്പോൾ, ദൂഷണ വാക്കുകൾ തനിക്കെതിരെ കടന്നു വന്നപ്പോൾ, പ്രതികൂലത്തിൻ്റെ വാക്കുകൾ തനിക്കെതിരെ കടന്നു വന്നപ്പോൾ, ഹാനോക്കിന് ഒന്നേ ചെയ്യുവാൻ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ പാദങ്ങൾ മുട്ടുകളെ മടക്കി ദൈവത്തിൻ്റെ മുൻപിലേക്ക് ആ വിഷയങ്ങൾ വെക്കുക. എന്നോട് കൂടെയുള്ള ഒരുവൻ ഉണ്ട്, അവൻ ദൈവം. ആ ദൈവം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് മറ്റാരോടും എനിക്ക് ഷെയർ ചെയ്യുവാനില്ല, ഈ ദൈവത്തോട് മാത്രമേ ഉള്ളൂവെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പാദപടങ്ങൾ ഇറക്കി വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി, ഹാനോക്കെ, ഒരു പക്ഷെങ്കിൽ ഞാൻ വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്, ഹാനോക്കിന് നേരത്തെ വെളിപ്പാടുണ്ട്, ഹാനോക്ക് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമെന്ന്. എന്നാൽ ആ വെളിപ്പാട് ലഭിക്കുമ്പോൾ തന്നെ ഹാനോക്കിന് ഒരു കാര്യം മനസ്സിലാക്കി, ഇതാ ദൈവം കടന്നു വരുന്നുണ്ട്, എൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂര പ്രവൃത്തികളെയും അതിനനുസരണമായിട്ട് അവരെ ന്യായം വിധിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം കടന്നു വരുന്നുവെന്നുള്ളത്, 1000 വിശുദ്ധന്മാരോടുകൂടെ കടന്നു വരുന്നുവെന്നുള്ളത് മനസ്സിലാക്കിയതാണ് തൻ്റെ ജീവിതത്തിൽ ധൈര്യമായിട്ട് ഈ പ്രതിസന്ധിയെ മുൻപോട്ട് നീങ്ങുവാൻ കാരണമായി തീർന്നത്. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവമായിരിക്കുക. എന്നാൽ തൻ വിശ്വാസത്താൽ ആ ഒരു കാഴ്ച കണ്ടു, പ്രതികാരം എനിക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളതാണ്.
ദൈവമാണ് പകരം ചെയ്യേണ്ടത്, ദൈവമാണ് പകരം വീട്ടേണ്ടത്. എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, എല്ലാവരും നമുക്കെതിരായി തീർന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലും, എന്തെല്ലാം ദൂഷണ വാക്കുകളുടെ നടുവിലും ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ജീവിതത്തിൽ വേണ്ടത്? ഒരു റെവലേഷൻ പ്രാപിച്ചുകൊണ്ട്, വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. എന്താണ് എനിക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ പോകുന്നത്, എന്താണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നത്, അത് മനസ്സിലാക്കിയപ്പോൾ ഇയ്യോബ്, ഈ ഹാനോക്ക് ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ യേശു അവൻ കടന്നു വരുവാൻ പോകുകയാണ്, എൻ്റെ യേശു കടന്നു വരുവാൻ പോകുകയാണ്, ആയിരം വിശുദ്ധന്മാരോടുകൂടെ കടന്നു വരുവാൻ പോകുകയാണ്. ഇന്നത്തെ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ മനസ്സിലാക്കി, ഇന്ന് നമ്മുടെ പ്രശ്നം മാറ്റപ്പെടുന്നില്ലായിരിക്കാം, എന്നാൽ ഇന്നത്തെ കഷ്ടതയുടെ മുൻപിൽ എനിക്ക് നിങ്ങൾക്കൊന്ന് പറയുവാൻ പറ്റുമോ? ഇന്നത്തെ എൻ്റെ കഷ്ടത പരിപൂർണമായി മാറ്റുവാൻ തക്കവണ്ണം എൻ്റെ അരുമനാഥനാകുന്ന യേശു ഇന്ന് എനിക്കെതിരായിട്ട് ന്യായം വിധിക്കുന്നവരോട്, കുറ്റം ആരോപിക്കുന്നവരോട് ഒരു വിധി കൽപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വരുന്നുവെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്നെനിക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ന് ഈ വിഷയം തീരത്തില്ല, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.